ഹായ് ഓൾ, എം ടേബിൾ ലേണിംഗ് ആപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ സിപ്പിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് കേരള PSC പുതുവർഷത്തിൽ സമ്മാനിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനം എന്ന് പറയട്ടെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, സബ് ഇൻസ്പെക്ടർ കേരള പോലീസ്, ഡിവിഷണൽ അക്കൗണ്ടൻറ്റ്, അടുത്ത് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റാണ്. അപ്പോൾ നമ്മുടെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പർട്ടിക്കുലർ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ നടത്തുന്ന കൂട്ടത്തിൽ തന്നെ മറ്റ് എക്സാംസിനും പാരലായിട്ട്, അതായത് ഇപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് ട്രൈ ചെയ്യുന്ന എക്സാമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്. അതിനോടൊപ്പം തന്നെ ഒരു സൈഡായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു എക്സാം കൂടിയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ്. എന്നോട് പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ ചോദിക്കാറുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ എക്സാം പാസ്സായി ആദ്യ റാങ്കിൽ തന്നെ വരാൻ സാധിക്കുമോ എന്നൊക്കെ. അപ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും യെസ്, പോസിബിൾ ആണ് എന്നേ പറയത്തുള്ളൂ. പക്ഷേ ആ ഒരു പ്രവൃത്തിയിലേക്ക് മാറണമെങ്കിൽ നിങ്ങൾ സ്വയം വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. അതിന് ഉത്തമ ഉദാഹരണമായിട്ട് ഞാൻ ഒന്ന് പറയാം. ഒരു ഉദാഹരണം എടുത്തു വെക്കുകയാണ്. നമുക്ക് ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്, മറ്റ് ജനറൽ കാറ്റഗറിയിൽ വരുന്ന PSC മത്സര പരീക്ഷകളിൽ കട്ട് ഓഫൊക്കെ വളരെ ഉയർന്നാണ് വരുന്നത്. നല്ല രീതിയിലുള്ള കോമ്പറ്റീഷനും അവിടെ ഉണ്ട്. അതേ അവസരത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മാത്സ്, എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ BCom കൊമേഴ്സ് എന്നിവയിൽ ബിരുദധാരികളായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഈ ഒരു എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ ഒന്ന് നാരോ ആവുകയാണ് അല്ലേ. ഒരു ചെറിയൊരു വിഭാഗം തമ്മിലാണ് ഈ ഒരു മത്സര പരീക്ഷയ്ക്കായിട്ട് കടും പിടുത്തം നടത്തുന്നത്. മീൻസ് എനിക്ക് വേണമെന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ ലക്ഷങ്ങളുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് അത് 10,000-ലേക്ക് ചുരുങ്ങുമെന്നുള്ളതാണ് സത്യം. അപ്പോൾ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എടുക്കുകയാണെങ്കിൽ, ഡിസ്ട്രിക്ട് വൈസ് എടുക്കുകയാണെങ്കിൽ തന്നെ കട്ട് ഓഫ് ഒക്കെ വളരെ കുറവാണ്. നിങ്ങൾ നോക്കിയേ, 23 മുതൽ 30 മാർക്കിനിടയിലുള്ള ആവറേജ് കട്ട് ഓഫ് ആണ്. 100 മാർക്കിന് 23 മുതൽ 30 വരെയുള്ള ആവറേജ് കട്ട് ഓഫ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇന്നിപ്പോൾ PSCയുടെ പാറ്റേൺ മാറിയിരിക്കുകയാണ്. ഇത്തവണത്തെ സിലബസിൽ കാര്യമായ മാറ്റം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അതായത് കൊമേഴ്സ്, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ് എന്നീ 4 വിഭാഗങ്ങളെ നിലനിർത്തിക്കൊണ്ട് GKയുടെ വിഭാഗത്തിൽ GK, ഇംഗ്ലീഷ്, റിനൈസൻസ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തെ ഉൾപ്പെടുത്തണമോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനം ഇതുവരെയും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ സിലബസും വന്നിട്ടില്ല. മിക്കവാറും ഇതുപോലുള്ള എന്താ പറയുക, പ്രൊഫഷണൽ അല്ലെങ്കിൽ ഈ പറയുന്ന സയൻസ് റിലേറ്റഡ് കോഴ്സൊക്കെ പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ പരീക്ഷ സിലബസുകളിൽ നിന്നൊക്കെ GKയും ഇംഗ്ലീഷും ഒക്കെ ഒഴിവാക്കിയ ചരിത്രമുണ്ട് അല്ലേ. ഡയറി ഫാം ഇൻസ്ട്രക്ടർ, ഫുഡ് സേഫ്റ്റി ഓഫീസർ പോലുള്ള പരീക്ഷകൾ. അപ്പോൾ ഇവിടെ ചാൻസസ് ആർ ദെയർ. GK എന്നിവയൊക്കെ ഒഴിവാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ബാക്കി 4 സബ്ജക്റ്റുകളിൽ തന്നെയാണ്. എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ്, അതുപോലെ തന്നെ കൊമേഴ്സ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പാറ്റേണും ഡിഫറെൻ്റ് ആണ്. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ചോദ്യം 4 ഓപ്ഷൻ എന്നീ 100 ചോദ്യങ്ങളായിരിക്കില്ല ഇത്തവണ 10 മുതൽ 15 ചോദ്യങ്ങൾ വരെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം, ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ മാക്സിമം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി ഏറ്റവും ഉയർന്ന മാർക്ക് നേടുന്നവരാണ് ആദ്യ റാങ്കുകളിൽ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ ജനറൽ എക്സാംസ് ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് കഴിഞ്ഞ തവണത്തെ സിലബസ് പ്രകാരം GKയിൽ നിന്നൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്യുവർ സബ്ജക്റ്റ് പഠിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ PSC ജനറൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് ആ ഒരു വിഭാഗത്തിൽ നിന്ന് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും സാധിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇത്തവണ GK, കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ് ഇവയൊന്നും ഇല്ല എങ്കിൽ പ്യുവർ സബ്ജക്റ്റ് പഠിച്ചവർക്ക് ഈ പറയുന്ന അവരുടെ ഏരിയസിൽ നിന്നും മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത് കട്ട് ഓഫ് കടക്കാൻ സാധിക്കും. അപ്പോൾ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫിൻ്റെ റേഞ്ച് ഞാൻ പറഞ്ഞു 23-30 എന്നുള്ളതാണ്. ഇത്തവണ ഓരോ
ഓരോ വർഷം കഴിയും തോറും പരീക്ഷാ ചോദ്യങ്ങളുടെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന പോലെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കിയാലും ഇത്തവണ പരീക്ഷ നടത്തി 100 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് പരീക്ഷയിൽ ഒരു കാരണവശാലും കട്ട് ഓഫ് ഡിസ്ട്രിക്ട് വൈസ് കൂടി ആയതുകൊണ്ട് കട്ട് ഓഫ് 40-ന് മേലെ പോകാനുള്ള ചാൻസസ് വളരെ റെയറാണ്. നിങ്ങളൊന്ന് നോക്കിക്കേ, നിങ്ങളുടെ സബ്ജക്റ്റ് ഇപ്പോൾ കൊമേഴ്സ് പഠിച്ച ആൾക്ക് കൊമേഴ്സിൽ നിന്ന് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. ആ ആൾ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും മാത്സും കൂടി പഠിച്ചെടുത്ത് ഏതൊരു വേഴ്സ്റ്റ് സിറ്റുവേഷനിലും 40 മാർക്കിന് മേലെ നേടിയെടുക്കാൻ സാധിക്കും. അതിന് ഇതേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. അതിന് പകരമായിട്ട് മറ്റ് ഒരുപാട് പരീക്ഷകൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത്, അതപ്പോൾ സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വേക്കൻസികൾ എഴുതുന്ന ആളുകളെ വെച്ച് നോക്കുമ്പോൾ ലക്ഷങ്ങളാണ്, എന്നാൽ വേക്കൻസികൾ വളരെ കുറവാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ആ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്ന ആ ഒരു സിലബസ് എന്ന് പറയുന്നത് ഇന്നിപ്പോ UPSC പാറ്റേൺ ആണ്. പുതുതായിട്ട് വരുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് UPSC പാറ്റേണിൽ പഠിച്ച് കയറി വന്ന് പരീക്ഷ പാസ്സാകുക എന്ന് പറയുന്നത് പോസിബിൾ ആണ്. പക്ഷെ അവൻ അത്രമാത്രം എഫേർട്ട് കൊടുക്കണം. ആ ഒരു എഫേർട്ട് കൊടുക്കണം. ആ എഫേർട്ട് അവൻ ഇവിടെ കൊടുക്കണ്ട. അവൻ UPSC പരീക്ഷയ്ക്ക് കൊടുത്താൽ അവൻ ഉറപ്പായിട്ടും UPSC സിവിൽ സർവീസ് പ്രിലിംസ് പാസ്സാവും, ഒരുപക്ഷെ മെയിൻസും കിട്ടും. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രം കൃത്യമായി പഠിച്ച് ഡെയിലി 2 hour സ്റ്റഡി പ്ലാന്റെ സഹായത്തോടു കൂടി തിങ്കൾ മുതൽ വെള്ളി വരെ ഡെഡിക്കേറ്റഡ് മൈൻഡായിട്ടിരിക്കുന്ന ഏതൊരു കുട്ടിക്കും നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന കോഴ്സ് ഫോളോ ചെയ്യാൻ പറ്റും. ലൈവായിട്ടും ലൈവിന്റെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ദിവസേനയുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോട്ടുകൾ പൂർണ്ണമായിട്ടും ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കാം. അനാവശ്യമായിട്ട് വാരി വലിച്ച് പഠിക്കേണ്ട. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും മാക്സിമം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തക്കതായ രീതിയിലുള്ള കണ്ടന്റുകളും പരീക്ഷാ ചോദ്യങ്ങളും നമ്മൾ തന്നെ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളോട് റെസ്പോൺസിബിലിറ്റിയും അതുപോലെ നമ്മുടെ ഒരു ട്രാൻസ്പാരൻസിയും കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഗൈഡൻസ്, മെന്റർഷിപ്പ് എന്നിവയ്ക്കായിട്ട് വാട്സപ്പ് സ്റ്റുഡൻസ് ഗ്രൂപ്പ് നിങ്ങൾക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഏറ്റവും പുതിയ കോഴ്സുമായി ബന്ധപ്പെട്ട് ഡെയിലി സ്റ്റഡി പ്ലാൻ ആപ്പിനുള്ളിലും വാട്സാപ്പ് സ്റ്റുഡൻസ് ഗ്രൂപ്പിലും MFavor കേരള PSC എന്ന് നിങ്ങൾ ടെലിഗ്രാമിൽ ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്യാം. അവിടെയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് പ്രകാരം കൃത്യമായിട്ട് മറ്റൊരു സ്ട്രെസ്സും ക്രിയേറ്റ് ചെയ്യാതെ നിങ്ങൾ ഇതിലേക്ക് മാത്രം ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്തുകൊണ്ടൊന്ന് പഠിച്ചു നോക്കിയേ, നിങ്ങൾ കയറും. നിങ്ങൾ കട്ട് ഓഫ് മാത്രമല്ല, നിങ്ങൾ ഏറ്റവും ഉയർന്ന മാർക്ക് നേടി ആദ്യ അഡ്വൈസിൽ തന്നെ ജോലിക്ക് കയറാമെന്നുള്ളതാണ്. അതിനർത്ഥം നിങ്ങളിപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അത് കളഞ്ഞിട്ട് ഇതിലേക്ക് വരണമെന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടിയല്ല ഞാൻ പറയുന്നത്. എന്തുകൊണ്ടും മറ്റതിനേക്കാളും ഈ ഒരു പർട്ടിക്കുലർ എക്സാമിന് സമയം കൊടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അതിന് കൊടുക്കുന്ന ഈ എഫേർട്ടിന്റെ പകുതി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും സർക്കാർ സർവീസിൽ എത്തിയിരിക്കും. മനസ്സിലായോ? എന്ന് വെച്ചാൽ കട്ട് ഓഫ് വളരെ കുറവായിരിക്കുമെന്ന ചിന്താഗതിയോട് കൂടി ചുമ്മാ വന്നിട്ട് വാലാകോല പഠിച്ചാൽ നടക്കില്ല. 100 മാർക്കും എനിക്ക് വേണമെന്ന മനസ്സോടുകൂടി പഠിക്കുക. നമുക്ക് 100 മാർക്ക് വാങ്ങാനൊന്നും പറ്റത്തില്ല. IAS പരീക്ഷയ്ക്ക് പോലും ആരും 100 മാർക്ക് മേടിക്കുന്നില്ല. പക്ഷെ 100 മാർക്കിന് വേണ്ടി പഠിച്ചാലുണ്ടല്ലോ, നമ്മുടെ ബെസ്റ്റ് നമുക്ക് എക്സാം ഹാളിൽ കൊടുക്കാൻ പറ്റും. ഇതൊരു മൈൻഡ് ഗെയിമാണ് PSC എക്സാം. ഏതൊരു എക്സാമും മെന്റലി കൂടി നിങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് മാക്സിമം സ്ട്രെസ് സപ്രസ് ചെയ്തുകൊണ്ട് തന്നെ എക്സാം ഹാളിൽ ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം നൽകിയാൽ കൂടിയിട്ടും നിങ്ങൾ ജയിച്ച് കയറി വരും, നിങ്ങളൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന കസ്റ്റമർ കെയർ നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിച്ചുകൊണ്ട് ഓഫർ പ്രൈസിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. സോ എവർക്കും നന്ദി. അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം.